ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2 കേക്കിൻ്റെ വർക്കാണ്. അതായത് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റും ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റും. അങ്ങനെ 2 കേക്കിൻ്റെ ഡിസൈൻ വീഡിയോ ഞാൻ കാണിക്കുന്നത്. റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അതായത് ഇത് രണ്ടും ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാൻ കേക്ക് ഐസിങ് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ ഏത് കളറാണ് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ളതെന്ന് നേരത്തെ സെലക്ട് ചെയ്തിട്ട് ആ കളറൊന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ അപ്പോൾ മിക്സ് ചെയ്ത് എടുക്കുന്ന കളറിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് കളർ കൂടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. അതായത് ആ സമയത്തിനുള്ളിൽ നമുക്ക് അവിടെ എല്ലാം കുറച്ചൊന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ കാണും. അതെല്ലാം ഒന്ന് ചെയ്ത ശേഷമാണ് അടുത്ത രണ്ടാമത് ഐസിങ് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് കൊടുക്കേണ്ട കേക്കാണെങ്കിൽ നമുക്ക് അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ തന്നെ ഐസിങ് ചെയ്ത് ഡെക്കറേഷനും എല്ലാം ചെയ്ത് ക്രം കോട്ടിങ്ങും എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് ചെയ്ത് ഫ്രിഡ്ജിൽ കേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന കേക്കാണെങ്കിൽ ഇതേപോലെ ക്രം കോട്ടിങ് കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കും. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്നത് ക്രം കോട്ടിങ് കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ആ ക്രംസ് എല്ലാം ഒന്ന് അടങ്ങിയിട്ട് കേക്ക് നമുക്ക് ഐസിങ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ കുറേ ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ആവുമല്ലോ. പ്രാക്ടീസ് ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്ത് പോകാം. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ഫ്രിഡ്ജിൽ വെച്ച ശേഷമായിരിക്കും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ നിന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയ ശേഷം പിന്നെ ഐസിങ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എന്തായാലും കേക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാം കേക്കിൻ്റെ ക്രംസ് ഉണ്ടാവും. ചോക്ലേറ്റ് നമ്മൾ ലെയറിലിടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചോക്ലേറ്റ് ഉണ്ടാവും, ചെറി ഉണ്ടാവും, ഷുഗർ സിറപ്പ് ഉണ്ടാവും, അങ്ങനെ എല്ലാം അവിടെ ഉണ്ടാവുമല്ലോ. മിൽക്ക് മെയ്ഡ് ഉണ്ടാവും, അതെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സമയം കൊണ്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് വെച്ച് അതെല്ലാം ഒന്ന് ക്ലീനാക്കിയ ശേഷമായിരിക്കും രണ്ടാമത് ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് ഞാൻ ഇപ്പോൾ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് ക്രം കോട്ടിങ് കഴിഞ്ഞ ശേഷം. ആദ്യമൊക്കെ ആ ക്രംസ് ഒന്ന് അടങ്ങിയിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് പ്രാക്ടീസൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ അതൊന്ന് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കും. കാരണം പിന്നെ നമുക്ക് ആ ക്രംസിൻ്റെ പുറത്തൊക്കെ അവിടെയൊക്കെ ആയതിന് ശേഷം ഇട്ട് ചെയ്യുന്നത് കുറച്ച് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ഇതേപോലെ ഐസിങ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെ നിന്ന് വീഴാനില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ ക്രീം കൊണ്ട് കവർ ചെയ്ത ശേഷം പിന്നെ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കളറുണ്ടല്ലോ, അപ്പോൾ അതും കൂടി കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കുറച്ച് മാത്രം ക്രീമേ കൊടുക്കുന്നുള്ളൂ. ഒരു തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രമേ ക്രീം ഇതേപോലെ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ മുന്നേ വാങ്ങി വെച്ചിട്ടുള്ളൊരു നോസിലാണ് കേട്ടോ ഇത്. അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ആ നോസിൽ ഞാൻ എടുത്ത് പൈപ്പിംഗ് ബാഗിനുള്ളിൽ ഇട്ടിട്ടാണ് ആ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് എന്തൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കുന്നതാണ്. എന്തായാലും ഈ കേക്കിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഈ കളറാണല്ലോ വരേണ്ടത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കുന്നതാണ്. ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് ആ നോസിൽ വെച്ചിട്ട് എന്തൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ അത് ചെയ്ത് നോക്കി ഒന്ന് പരീക്ഷിച്ചതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് കേക്കിലേക്ക് ആ കളർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈറ്റ് ക്രീം പുറത്ത് കാണാത്ത രീതിയിൽ അത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ കൊടുത്തിട്ടൊന്ന് ഫുള്ളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പതിയെ അതിൻ്റെ ആ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമിൽ മാത്രം നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ എവിടെയെങ്കിലും ഒന്ന് സ്പ്രെഡ് ആവാതിരിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തുനിന്നോ എവിടെന്നെങ്കിലും കുറച്ച് ക്രീം കൊണ്ടുവന്ന് അതൊന്ന് വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ബൗളിനകത്തിരിക്കുന്ന ക്രീമായാലും മതി, അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടും ആക്കി കൊടുക്കണം. അപ്പോൾ സൈഡ് എപ്പോഴും ചെയ്യുമ്പോൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആക്കി കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ക്രീം ഒരേ ലെവലിൽ എല്ലാ ഭാഗത്തും എത്തുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് എല്ലായിടവും സ്പ്രെഡായി എല്ലാ സ്ഥലത്തും ക്രീം എത്തിയെന്ന് വന്നാൽ നമുക്കിതേപോലെ ഒരേ രീതിയിലോട്ട് ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പാലറ്റ് നൈഫ് ഒന്ന് ചരിച്ച് പിടിച്ച് കൊടുത്തൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ക്രീം എവിടെയെങ്കിലും ആകാതിരിപ്പുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ആ വൈറ്റ് ക്രീം ഒന്ന് പുറത്ത് കാണുന്ന രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ വീണ്ടും ഒന്നും കൂടി ക്രീം കൊടുത്തിട്ട് ജസ്റ്റ് ആ വൈറ്റ് ക്രീമിൽ ടച്ച് ചെയ്യാതെ നമ്മുടെ കളർ ക്രീമിൽ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് മാത്രമേ ഒന്ന് സോഫ്റ്റാക്കി ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ ക്രീം ഫുള്ളായിട്ട് പുറത്ത് വരും, വൈറ്റ് ക്രീം പുറത്ത് വരും. അപ്പോൾ അങ്ങനെ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുറച്ചൊന്ന് ഡ്രിപ്പ് ചെയ്ത് മാത്രമേ അതിൽ ഗനാഷ് കൊടുക്കുന്നുള്ളൂ.
അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ല, അത് ഗനാഷ് സെറ്റ് ചെയ്ത് എടുത്തതും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും സമയം അത് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ, ആ സമയത്തിനുള്ളിൽ ഈ കേക്ക് ചെയ്ത് ഗനാഷൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതും ഒന്നും നല്ല രീതിയിൽ ഐസിങ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഡിസൈനും കൂടി ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സൈഡിൽ ഇതേപോലെ ഒരു സ്ക്രാപ്പർ കൊണ്ടുള്ള ഡിസൈനും കൊടുത്തിട്ട് മുകൾ ഭാഗം അത്യാവശ്യം നല്ല രീതിയിലൊന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഒന്നുകിൽ ഞാൻ സാധാ കേക്ക് ചെയ്യുമ്പോൾ പാലറ്റ് നൈഫ് കൊണ്ടുള്ള ഒരു ഡിസൈനോ അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് കൊണ്ടുള്ള ഡിസൈനോ എന്തെങ്കിലും ടോപ്പ് ഭാഗത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം മാട്രോ എഴുതി അതിൽ ഒരു ആനിവേഴ്സറി കേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മോഡലായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിലൊന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ റെഡ് കളറൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു റെഡ് കളറിലുള്ളൊരു ഡിസൈനാണ് കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രീം നല്ലോണം മിക്സ് ചെയ്ത് നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു സെൻറ്ററിൽ ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതിയതിന് ശേഷം ബാക്കി ഭാഗത്ത് ഹാർട്ട് ഷേപ്പ് കൊടുക്കാം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് ലൈൻ വരച്ചിട്ടാണ് ഞാൻ അതിൽ എഴുതി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതങ്ങ് വളഞ്ഞു പോയാലോ എന്നൊരു പേടി ഉള്ളതുകൊണ്ടാണേ. ആദ്യം ഞാൻ ഇതേപോലെ ഒരു സ്ക്വയർ എടുത്തിട്ട് സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു അതിനുള്ളിലേക്ക് ആ ഒരു ലൈൻ വെച്ചിട്ട് നമുക്ക് എഴുതാമെന്ന്. പക്ഷേ ഞാനത് സ്ക്വയർ നോക്കിയപ്പോൾ ഞാനെടുത്ത് ലൈൻ ചെയ്ത് വെച്ചു. പക്ഷേ നോക്കിയപ്പോൾ അതൊരു വളവുള്ളത്, ഒരു നടുവൊന്ന് ഒടിഞ്ഞതുപോലെയുള്ള സ്ക്വയർ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് പാലറ്റ് നൈഫ് കൊണ്ടാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെയാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത്. മാർക്ക് ചെയ്ത് കൊടുക്കുന്നതും ജസ്റ്റ് നമുക്ക് ആ ലൈനൊന്ന് കാണാൻ പറ്റണം, ആ രീതിയിൽ. അല്ലാതെ നല്ല രീതിയിലൊന്ന് ലൈൻ കൊടുക്കുന്നില്ല. അത് നമ്മൾ എഴുതി കഴിയുമ്പോൾ അവിടെ അങ്ങനെ ഒരു ലൈൻ അങ്ങനെ നിൽക്കും, അതൊരു വൃത്തികേട് പോലെ ആയിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ലൈനൊന്ന് അറിയണം, അത്രമാത്രം, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ സ്മോൾ ലെറ്ററിലാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം എഴുതിയപ്പോൾ തന്നെ തെറ്റിപ്പോയി, അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ അവിടെ ആ റെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ ക്രീം ഫുൾ അങ്ങ് എടുക്കണം. ഇല്ലെങ്കിൽ അത് സ്പ്രെഡായി പോകും. വൈറ്റ് ക്രീമും റെഡും ആയിട്ട് പെട്ടെന്ന് അത് സ്പ്രെഡായി പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് താഴ്ത്തി തന്നെയാണ് ഞാൻ ക്രീം എടുത്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് നല്ല രീതിയിലൊന്ന് വീണ്ടും ഒന്ന് കുറച്ച് ക്രീം കൂടെ കൊടുത്ത് തന്നെയാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്നേന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഴുതുന്ന കാര്യത്തിൽ ഞാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ എഴുതുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ആ ക്രീം പിടിക്കുന്ന കൈക്ക് നമ്മുടെ മറ്റേ കൈ കൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കൈ വിറയ്ക്കാതെ എഴുതാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കൊരു വെയിറ്റ് ഫീൽ ചെയ്യും കയ്യിൽ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിറയലോടുകൂടിയായിരിക്കും എഴുതാൻ പറ്റുന്നത്. ഇത് നമുക്ക് ആ കൈക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ സപ്പോർട്ട് കൊടുക്കാതെ നമ്മൾ ക്രീം മാത്രം ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒറ്റ കൈ കൊണ്ട് എഴുതുകയാണെങ്കിൽ നമുക്കൊരു വെയിറ്റ് ഇങ്ങനെ ആ കൈ മുട്ടിലേക്കൊരു വെയിറ്റ് പോലെ ഇങ്ങനെ തോന്നിയിട്ടാണ് നമ്മുടെ കൈപ്പത്തി വിറയ്ക്കുന്നത്. അപ്പോൾ ഇതാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വെയിറ്റ് ഫുൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ കൈ അത് രണ്ടും കൂടി അങ്ങ് ബാലൻസ് ചെയ്ത് നിൽക്കും. അങ്ങനെ വരുമ്പോൾ അധികം വിറയ്ക്കാതെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ അതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അതൊരു വെയിറ്റ് പോലെ വന്നിട്ടാണ് നമ്മുടെ കൈ വിറയ്ക്കുന്നത്. ഇതേപോലെ പ്രിൻ്റ് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഓടിയ ശേഷം വെച്ച് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ 2-3 സ്ഥലത്ത് ഇങ്ങനെ വെച്ച് നോക്കും കേട്ടോ, എവിടെയാണ് കറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ ആ ഒരു ഭംഗി വരുന്നതെന്ന്. 2-3 സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കിയതിന് ശേഷമായിരിക്കും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതേപോലെ കുറച്ച് ഹാർട്ടും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിലൊക്കെ എനിക്ക് ഒരു കേക്ക് ഇതേപോലെ ഓർഡർ വന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ചെയ്താൽ ശരിയാവാത്തൊരു സംഭവമായിരുന്നു ഈ പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഇതേപോലെ ചെറിയ ഈ ഹാർട്ട് വരച്ച് കൊടുക്കുന്നത്. അന്ന് എനിക്ക് നല്ല ടെൻഷനായിരുന്നു, ഇത് ഞാൻ എങ്ങനെ വരയ്ക്കുമെന്ന്. അന്ന് ഞാൻ ക്രീം ഇതേപോലെ പൈപ്പിംഗ് ബാഗിനുള്ളിലാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ കുറേ സമയമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കി ഏകദേശം ഒന്ന് ശരിയായ ശേഷമാണ് ഞാൻ കേക്കിലേക്ക് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പേടിയില്ലാതെ ചെയ്യുന്നുണ്ട്. അന്ന് എനിക്ക് നല്ല ടെൻഷനായിരുന്നു അത് ചെയ്ത സമയത്ത്. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കും ഈ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത് വെച്ചിരുന്ന കേക്ക് പുറത്തെടുത്ത് ഇതേപോലെ ഗനാഷ് റെഡിയാക്കിയിട്ട് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ഡിസൈൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഗനാഷ് എന്തെങ്കിലും. നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും എനിക്കിങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുള്ള എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. മിക്കവാറും അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് കുറച്ച് ഫ്ലവറും ചെയ്ത് കൊടുത്ത് സെൻറ്ററിൽ പേര് എഴുതി കൊടുക്കാം. അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സ്പൂൺ കൊണ്ട് ഒഴിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ വരേയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അധികമായിട്ട് ഇങ്ങനെ ഒഴുകി താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കേക്കിൻ്റെ ഉൾഭാഗത്തേക്ക് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് പാലറ്റിനെ കൊണ്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അത് ഒരു ഡ്രോപ്പ് കളർ മാത്രമല്ല നമ്മളത് മിക്സ് ചെയ്തിട്ട് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 2 ഡ്രോപ്പും കൂടി കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു കളർ കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്ലവർ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടുള്ള ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ റോസ് ഫ്ലവർ അല്ല, ഇങ്ങനെയുള്ളൊരു ടൈപ്പാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് റൗണ്ടാക്കി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഗനാഷ് കൊണ്ട് തന്നെയാണ് പേര് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് എഴുതാതെ ആദ്യം നയം എഴുതി കൊടുത്തിട്ടാണ് ബാക്കി ഹാപ്പി ബർത്ത്ഡേ എഴുതി കൊടുക്കുന്നത്. കറക്റ്റ് എനിക്ക് തോന്നുന്നത് സ്പേസ് തികയാതെ വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ആദ്യം നയം എഴുതി കൊടുത്തിട്ടുള്ളത്. ഈ ക്രീം കൊണ്ട് എഴുതുന്നേക്കാളും എനിക്ക് തോന്നുന്നത് ഈ ഗനാഷ് കൊണ്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. എനിക്കതെന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ക്രീമാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ എഴുതി കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തെറ്റിപ്പോയി. പിന്നെ അത് കുറച്ച് ക്രീമല്ല ചോക്ലേറ്റ് അവിടെ നിന്നെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഒന്നും കൂടി അവിടെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഒന്നേന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് ഗനാഷ് കൊണ്ട് എഴുതുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്രീമാണെങ്കിൽ പിന്നെയും ഈസിയായിട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതായത് നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ ആ ബാക്കി ബാലൻസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കൈക്കുള്ളിനകത്തിരിക്കുന്ന ഭാഗം, അവിടെ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ക്രീമിലേക്ക്, അതായത് ഡിസൈൻ ചെയ്തിട്ടുള്ളതിലേക്ക് ആക്കിയിട്ട് നമ്മൾ ചെയ്തതെല്ലാം പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെയ്തപ്പോൾ അതിലേക്കൊന്ന് ടച്ച് ആവാൻ പോയതാണ്, പെട്ടെന്ന് ഞാൻ കണ്ടതുകൊണ്ട് അത് മാറ്റി. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറന്നതല്ലേ.